ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തഗ് ലൈഫ് എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. 1994 ഒരാളും അയാളുടെ 2 മക്കളും ചേർന്നിട്ട് ഒരിടത്ത് പത്രം ഇടാൻ വരുന്നു. ആൺകുട്ടിയുടെ പേര് അമരൻ എന്നും പെൺകുട്ടിയുടെ പേര് ചന്ദ്ര എന്നുമായിരുന്നു. ഇവർ പത്രം ഇടാൻ വരുന്ന ഈ ഒരു ബിൽഡിംഗിലായിരുന്നു ഗ്യാങ്സ്റ്ററായ നമ്മുടെ നായകൻ ശക്തിവേലും അയാളുടെ സഹോദരൻ മാണിക്യവും കൂട്ടാളികളായ കുറച്ചുപേരും ഒളിച്ചിരിക്കുന്നത്. ഇവരിവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയിട്ട് പോലീസുകാർ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ശക്തിവേലിന്റെ കൂടെയുള്ള മറ്റാൾക്കാരുടെ പേര് പത്രോസ് എന്നും അൻപരാജ് എന്നുമായിരുന്നു. ശക്തിവേലിനെ പോലെ മറ്റൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു സദാനന്ദ് എന്ന് പറയുന്ന ഇയാള്. ഇവർ രണ്ടുപേരും തമ്മിൽ കുറെ കാലമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് സദാനന്ദൻ ഇവരെ കാണാൻ വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ ഒരു ചതിയനായിരുന്നു. ഒത്തുതീർപ്പൻ എന്ന് പറഞ്ഞ് വന്നിട്ട് അയാളാകട്ടെ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയായിരുന്നു. സദാനന്ദൻ ആ ഡീല് സംസാരിക്കാൻ വരുന്നത് തന്റെ സഹോദരിയെയും അവരുടെ 2 മക്കളെയും കൂട്ടിയിട്ടാണ്. സഹോദരിയുടെ മക്കളുടെ മേൽ സത്യം ചെയ്ത് ഇയാൾ പറയുന്നുണ്ട് ഇനി നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന്. എന്നാൽ ഇയാളുടെ ഡീലില് ശക്തിവേലിന്റെ സഹോദരനും ബാക്കിയുള്ളവരും വിശ്വസിച്ചെങ്കിലും ശക്തിവേലിന് അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയാളുടെ ഊഹം ശരിയാണെന്ന് അടുത്ത നിമിഷം തന്നെ തെളിയുകയും ചെയ്തു. പോലീസുകാര് ഇവരുടെ ആ ഒരു ഏരിയ തന്നെ വളഞ്ഞിരിക്കുന്നു. ശക്തിവേലും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. രായപ്പൻ എന്ന പോലീസുകാരന്റെ നേതൃത്വത്തിലാണ് ബാക്കി എല്ലാവരും ഇവരെ പിടിക്കാൻ വന്നിരിക്കുന്നത്. പോലീസുകാർ കാണാതെ ഒളിച്ചിരിക്കാൻ ഇവർ ശ്രമിക്കുന്നതിനിടയിൽ ശക്തിവേലിന്റെ റൂമിന്റെ ഫ്രണ്ടിലേക്ക് പത്രം ഇടാൻ അമരന്റെയും ചന്ദ്രയുടെയും അച്ഛൻ വരുന്നു. അത് പത്രം ഇടാൻ വന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് ശക്തിവേലിന്റെ സഹോദരൻ മാണിക്യമാകട്ടെ അയാളെ ഷൂട്ട് ചെയ്യുന്നു. എന്തിനാ വെറുതെ പത്രക്കാരനെ ഷൂട്ട് ചെയ്തതെന്ന് ശക്തിവേൽ ചോദിക്കുന്നുണ്ട്. പോലീസുകാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് മാണിക്യം പറയുന്നു. പക്ഷെ ആ കാഴ്ച കണ്ട് തകർന്നു പോയത് ചന്ദ്രയും അമരനുമായിരുന്നു. അപ്പോഴേക്കും പോലീസുകാരും ശക്തിവേലിന്റെ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടിംഗ് തുടങ്ങി. തന്റെ അച്ഛന്റെ ജഡത്തിന്റെ അടുത്ത് നിന്ന് കരയുന്ന അമരനെ എടുത്തുകൊണ്ട് ശക്തിവേൽ അവിടെ നിന്നും പോകുന്നു. കാരണം അവനെ അവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവന് ഈ വെടിയുണ്ടകൾക്കിടയിൽ മരിക്കുമെന്ന് അയാൾ പേടിക്കുന്നു. അതിനിടയിലും അമരനാകട്ടെ ചന്ദ്രയെ വിളിക്കുകയായിരുന്നു. ആ ആൾത്തിരക്കിനിടയിൽ ചന്ദ്ര ഒറ്റപ്പെട്ടു പോയി. അമരനെ എടുത്തുകൊണ്ട് ഓടുന്നതിനിടയിലാകട്ടെ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അമരനും ശക്തിവേലിനും പരുക്ക് പറ്റുന്നുണ്ട്. ഒടുവിൽ അമരനെ എടുത്ത് പുറത്തു കിടന്നപ്പോഴേക്കും രായപ്പൻ ഇയാളുടെ ഫ്രണ്ടില് തൂക്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അമരൻ കയ്യിലിരിക്കുന്ന കാരണം രായപ്പനെ ഷൂട്ട് ചെയ്യാൻ വയ്യ. അമരനെ ഒരു ഷീൽഡ് പോലെയായിരുന്നു ശക്തിവേൽ പിടിച്ചിരുന്നത്. എന്നാലും ശക്തിവേലിനെ മാത്രമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രായപ്പ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും ശക്തിവേലിന്റെ ആൾക്കാർ വന്നിട്ട് അയാളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഈ രായപ്പനും ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ശക്തിവേൽ നേരെ പോകുന്നത് തന്റെ ഭാര്യ ജീവയുടെ അടുത്തേക്കാണ്. ഇവർ രണ്ടുപേരുടെ മുറിവുകൾ ജീവ വെച്ച് കിട്ടുന്നു. അമരനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ശക്തിവേൽ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും. തനിക്കൊരു സഹോദരി കൂടിയുണ്ട് ചന്ദ്ര, അവളെ ആ ആൾക്കൂട്ടത്തിനിടയിൽ കാണാതായി എന്ന് അവൻ പറയുന്നു. നിന്റെ ചന്ദ്രയെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാമെന്ന് ശക്തിവേൽ വാക്കുകൊടുക്കുന്നു. അമരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലീസുകാരാണെന്ന് വിചാരിച്ച് ശക്തിവേലിന്റെ ആൾക്കാര് തന്റെ അച്ഛനെ അറിയാതെ ഷൂട്ട് ചെയ്തതാണെന്നാണ്. അതുകൊണ്ട് തന്നെ അമരന് ശക്തിവേലിനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. അതൊരു അബദ്ധത്തിൽ സംഭവിച്ച കാര്യമായിരുന്നില്ലേ. മാണിക്യം മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതാണെന്നുള്ള സത്യം അവൻ അറിഞ്ഞതുമില്ല. പിന്നീട് ശക്തിവേല് അവനെ തന്റെ മകനെ പോലെ വളർത്താൻ തുടങ്ങി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫാമിലി ഫോട്ടോ വെച്ചിട്ട് അയാൾ ചന്ദ്രയും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ കഥ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. മാണിക്യത്തിന്റെ മകൾ ശാന്തി കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ കോളേജിൽ തന്നെയായിരുന്നു മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ശക്തിവേലിന്റെ എതിരാളി ആ സദാനന്ദ് എന്ന് പറയുന്ന ആളുടെ സഹോദരിയുടെ മകൻ രൺവിജയും പഠിക്കുന്നത്. ശാന്തിയെ രൺവിജയും ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ രൺവിജയ് ശാന്തിയെ ചതിക്കുന്നു. അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവൻ അവളെ ഉപേക്ഷിക്കുകയാണ്. അതിൽ മനംതൊന്ന ശാന്തിയാകട്ടെ ആത്മഹത്യ ചെയ്യുന്നു. ഇതോടുകൂടി ശക്തിവേലിന്റെ സദാനന്ദന്റെ ഇടയ്ക്കുള്ള ശത്രുത കൂടി വരികയായിരുന്നു. ഏതു നിമിഷവും നിന്നെ ശക്തിവേലിന്റെ ആൾക്കാര് കൊല്ലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സദാനന്ദൻ രൺവിജയോട് പറയുന്നു. അവർ രൺവിജയെ അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നാൽ ശക്തിവേലിന്റെ ആൾക്കാര് കൈയോടെ രൺവിജയെ പൊക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള അമരനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ വളർന്നു വലുതായി ശക്തിവേലിന്റെ വലം കൈയായി മാറിയിരിക്കുകയാണ്. രൺവിജയെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞിട്ട് സദാനന്ദനും അവിടെ എത്തുന്നു. ശക്തിവേലിനോട് കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ശക്തിവേല് രൺവിജയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതോടുകൂടി സദാനന്ദന്റെ വീട്ടുകാർക്ക് ശക്തിവേലിനോടുള്ള ദേഷ്യം കൂടുകയായിരുന്നു. രൺവിജയുടെ സഹോദരൻ എങ്ങനെയും ശക്തിവേലിനോട് പകരം വീട്ടണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ്. അവന്റെ പേര് ദീപക് എന്നായിരുന്നു. പക്ഷേ കൊലപാതക കുറ്റത്തിന് ശക്തിവേലിന് ജയിൽ പോകേണ്ടതായി വരുന്നു. അതിൽ ഏറ്റവും സങ്കടം അയാളുടെ ഭാര്യ ജീവയ്ക്കും അവരുടെ മകൾ മാങ്കയ്ക്കുമായിരുന്നു. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോഴേക്ക് താനങ്ങ് തിരിച്ചു വരുമെന്ന് ശക്തിവേൽ ഉറപ്പ് കൊടുക്കുന്നു. താനിവിടെ ഇല്ലാത്ത ഇത്രയും കാലം തന്റെ ബിസിനസ്സും ഈ ഗ്യാങ്ങിന്റെ ലീഡർഷിപ്പും എല്ലാം തന്നെ അമരനെയാണ് അയാൾ ഏൽപ്പിക്കുന്നത്. അതിൽ പത്രോസിനും അൻപരാജിനും മാണിക്യത്തിനും ചെറിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഉള്ളിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ മാണിക്യത്തിനെയും പുറത്തെ ബിസിനസ്സും മറ്റും കാര്യങ്ങളെല്ലാം നോക്കാൻ അമരനെയുമാണ് അയാൾ ഏൽപ്പിച്ചത്. ശക്തിവേൽ ജയിലിൽ പോയ ശേഷം ഇവരെല്ലാം അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മാണിക്യം തന്റെ പരിഭവം തുറന്ന് അമരനോട് പറയുന്നു. നിന്നെപ്പോലൊരു ചെറിയ പയ്യന്റെ കയ്യിൽ ഇതൊക്കെ തരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു. അവന് സ്വന്തം സഹോദരനായ എന്നെ എന്താ വിശ്വാസമില്ലാത്തത്? ജയിലിലാണെങ്കിലും ശക്തിവേലിന് എല്ലാ സൗകര്യങ്ങളും പോലീസുകാർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ജയിലിലേക്ക് ശക്തിവേലിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നു. ശക്തിവേലിന് ഇന്ദ്രാണിയുമായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് മുൻപ് അമരന്റെ സഹോദരി ചന്ദ്രയെ തിരക്കി പലയിടങ്ങളിലും ശക്തിവേല് പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരിടത്തു നിന്നാണ് ഇന്ദ്രാണിയെ കണ്ടെത്തുന്നത്. താൻ അന്വേഷിക്കുന്ന ചന്ദ്രയാണോ അതെന്ന് ഇന്ദ്രാണിയോട് അന്ന് ശക്തിവേല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താൻ ചന്ദ്രയല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ
അവൾ ആവശ്യപ്പെട്ടു. ഒരു ചതിയിൽപ്പെട്ടായിരുന്നു അത്തരം സ്ത്രീകളുടെ കൂടെ അവൾ ചെന്ന് പെട്ടത്. അങ്ങനെ ശക്തിവേല് അവളെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് പോരുന്നതാണ്. ഒരു സ്ത്രീയുടെ കൂടെ മറ്റൊരിടത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ശക്തിവേല് ഇവളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലും. ഇതിന്റെ പേരിൽ പലപ്പോഴും ശക്തിവേലും അയാളുടെ ഭാര്യ ജീവയും തമ്മിൽ വഴക്കുണ്ടാകാറുമുണ്ട്. എന്നാൽ നമ്മുടെ അമരന് ഇന്ദ്രാണിയിൽ ഒരു നോട്ടമുണ്ടായിരുന്നു. ശക്തിവേല് ജയിലിലായതോടുകൂടി പുറത്തെ കാര്യങ്ങളും മറ്റും നോക്കുന്നത് അമരനും കൂട്ടരുമായിരുന്നല്ലോ. അതിന്റെ ഇടയ്ക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് ആ സദാനന്ദൻ വരുന്നു. അയാൾ ഈ ഗാങ്സ്റ്റർ പണിയെല്ലാം വിട്ടിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ ടെറിട്ടറി മുഴുവൻ ശക്തിവേലിനും കൂട്ടർക്കും നൽകാൻ അയാൾ തയ്യാറായിരുന്നു. കിട്ടുന്നതിൽ നിന്നൊരു 30% ലാഭം അയാൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. ആ ഡീലിന് ഓക്കെ പറയുകയാണെങ്കിൽ ശക്തിവേലിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനും അയാൾ സഹായിക്കും. അമരൻ ഇതിനെപ്പറ്റി ശക്തിവേലിനോട് പറഞ്ഞെങ്കിലും അയാൾ ഇതിനൊന്നും തന്നെ സമ്മതം മൂളിയില്ല. പക്ഷെ അമരനാകട്ടെ ഓൾറെഡി തന്നെ അയാൾക്ക് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ശക്തിവേലിനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള പരിപാടി അവർ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശക്തിവേലിന്റെ മകൾ മാങ്കയാകട്ടെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ശിവഗുരു എന്ന് പറയുന്ന ആളുടെ മകൻ നാഗയുമായിട്ട് പ്രണയത്തിലായി. തങ്ങളുടെ വിവാഹം അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നടത്തിത്തരണമെന്ന് അവർ അമരനോട് പറയുന്നു. കാരണം ജാതിയുടെ പേര് വെച്ചിട്ട് ചിലപ്പോൾ അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. താൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് അമരൻ അവർക്ക് വാക്കുകൊടുക്കുന്നു. അങ്ങനെ ജയിൽ മോചിതനായ ശക്തിവേലാകട്ടെ നേരെ ജീവയുടെ അടുത്ത് പോകാതെ ഇന്ദ്രാണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തി അവളുടെ കൂടെ ഒരാഴ്ച ചിലവഴിച്ചിട്ടാണ് അയാൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ വിവരം ഓൾറെഡി തന്നെ അറിഞ്ഞ ജീവയാകട്ടെ അയാളോട് ദേഷ്യത്തിലായിരുന്നു. ശക്തിവേൽ വീട്ടിലെത്തുമ്പോൾ ജീവ അവിടെ ഉണ്ടായിരുന്നില്ല. ജീവയും മകളും ശിവഗുരുവിന്റെ വീട്ടിലായിരുന്നു. അവിടെ എത്തി കഷ്ടപ്പെട്ട് ശക്തിവേലാകട്ടെ ജീവയെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതൊക്കെ തന്റെ ഒരു വീക്ക്നെസ് ആയി പോയെന്നും എന്തൊക്കെ പറഞ്ഞാലും നീ തന്നെയാണ് എന്റെ ഭാര്യയെന്നും അയാൾ പറയുന്നുണ്ട്. എന്നാൽ അയാളോടുള്ള ദേഷ്യത്തില് ജീവയാകട്ടെ താലിയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ ജീവയുമായിട്ട് പറഞ്ഞ് പിണക്കമെല്ലാം മാറ്റിയിട്ട് അയാൾ പുറത്തേക്ക് വരുമ്പോഴാണ് അമരൻ നാഗയുടെയും മാങ്കയുടെയും കാര്യം പറയുന്നത്. ജാതിയുടെ പേരിലൊന്നും തന്നെ അയാൾ അവരുടെ റിലേഷൻഷിപ്പിനെ എതിർത്തില്ല. തന്റെ മകളെ ശിവഗുരുവിന്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു. ആ വിവാഹത്തിന്റെ ഇടയ്ക്ക് ഇന്ദ്രാണിയും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ദ്രാണിയെ കണ്ടതും അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവ പോയി തന്റെ താലിയൊക്കെ എടുത്തിടുന്നു. അതിനിടയ്ക്ക് അമരനാകട്ടെ ഇന്ദ്രാണിയോട് തന്റെ ഇഷ്ടം പറയുന്നു. എനിക്ക് പറ്റിയ ആള് നീയാണെന്ന്. എന്നാൽ ഇന്ദ്രാണിയാകട്ടെ തനിക്ക് പറ്റിയ ആള് ശക്തിവേലാണെന്നാണ് പറയുന്നത്. ആ ഒരു വിവാഹ ചടങ്ങുകൾക്കിടയില് ശക്തിവേലിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അമരനെയാണ് ലീഡറായിട്ട് കാണുന്നത്. തനിക്കിപ്പോൾ പഴയ പോലെ ഒരു വിലയില്ലാത്ത പോലെ അയാൾക്ക് തോന്നുന്നു. അങ്ങനെ ശക്തിവേലും കൂട്ടരും ഒരു ദിവസം വണ്ടിയിൽ ഓരോ കാര്യങ്ങളും ബിസിനസിനെ പറ്റി എല്ലാം തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നതിടയ്ക്ക് അവർക്ക് നേരെ ഒരു അറ്റാക്ക് വരുന്നു. അതിന്റെ പിന്നില് സദാനന്ദന്റെ സഹോദരിയുടെ മകനായ ദീപക് ആയിരുന്നു. തന്റെ അനിയനായ രൺവിജയെ കൊന്നതിലുള്ള ദേഷ്യം അവൻ ഇപ്പോഴും ശക്തിവേലിനോട് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ തന്നോട് ചോദിക്കാതെ നീ എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് സദാനന്ദൻ ദീപകിനോട് ചോദിക്കുന്നു. അതിന്റെ പേരിൽ അയാളാകട്ടെ ദീപകിന് ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്ന ശക്തിവേലിനെ കാണാൻ വേണ്ടിയിട്ട് ജയരായപ്പൻ എന്ന് പറയുന്ന പോലീസുകാരൻ വരുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ രായപ്പൻ എന്ന പോലീസുകാരന്റെ മകനായിരുന്നു അയാൾ. തന്റെ അച്ഛനായ രായപ്പൻ പിന്നീട് നടന്ന ഒരു മിഷനില് ഒരു ബോംബാക്രമണത്തിൽ പരിക്ക് പറ്റി കിടക്കുകയാണെന്ന് അയാൾ പറയുന്നു. ശക്തിവേലിനോട് ജയ് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആക്രമിച്ചത് ആരാണെന്ന്, ആരുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന്. ഈ ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടാനും അതിന്റെ പിന്നിലുള്ള പൊളിറ്റീഷ്യൻസിനെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടെത്താനായിരുന്നു ജയുടെ ശ്രമം. എന്നാൽ ശക്തിവേല് ജയുടെ ആ ക്വസ്റ്റ്യൻ ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. എന്നാൽ എന്നെങ്കിലും ഒരിക്കല് നിങ്ങൾ എന്റെ സ്പൈ ആയി മാറുമെന്ന് ജയ് ആകട്ടെ ശക്തിവേലിനോട് പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ അമരൻ അവിടേക്ക് വരുന്നു. എന്നാൽ അമരനെ കണ്ടതും ശക്തിവേൽ ആദ്യം ചോദിക്കുന്നത് എനിക്ക് അപകടം പറ്റുന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് നീ എന്റെ കൂടെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല? തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അമരനുണ്ടോ എന്ന് ശക്തിവേൽ സംശയിക്കുകയായിരുന്നു. ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ നിന്ന തന്നെ ശക്തിവേൽ സംശയിക്കുന്നത് കണ്ടിട്ട് അമരന് സഹിക്കാൻ പറ്റിയില്ല. താൻ ഒരു വർക്കുമായിട്ട് പോയിരിക്കുകയായിരുന്നു ചോദിക്കുമ്പോൾ അയാൾ എന്ത് വർക്ക്, എവിടെ പോയി എന്നൊക്കെ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നു. ഒടുവിൽ ഇത് കേട്ടുകൊണ്ടുവന്ന ജീവയാകട്ടെ ശക്തിവേലിനോട് പറയുന്നുണ്ട് അമരനെ ഞാനാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവൻ എന്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. നമ്മുടെ മകൾക്ക് അബോർഷനായി. അത് കേട്ടതും ശക്തിവേൽ ആകെ തകർന്നു പോയി. ഒന്നാമത്തെ കാര്യം തന്റെ മകളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. രണ്ടാമത്തത് അമരനെ താൻ വെറുതെ സംശയിച്ചു. എന്നാൽ ശക്തിവേൽ തന്നെ സംശയിച്ചത് അമരന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ മാനസികമായിട്ട് വല്ലാതെ തളർന്നു. എന്നാൽ അമരന്റെ ആ ഒരു മാനസിക വിഷമം മറ്റുള്ളവർ മുതലെടുക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പത്രോസും അൻപരാജും ഇവനോട് പറയുന്നുണ്ട് ഞങ്ങളെങ്ങാനുമാണ് ഈ ഒരു കാര്യം കേട്ടിരുന്നതെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആ ദേഷ്യത്തിൽ അയാളെ കൊന്നേനെന്ന്. ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ നിന്ന് നിന്നോടൊരിക്കലും അയാൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അമരന്റെ മനസ്സിലേക്ക് അവർ വിഷം കുത്തിവെക്കുകയാണ്. അതോടുകൂടി അമരനും പിന്നെ ശക്തിവേലിനോട് അധികം സംസാരിക്കാനൊന്നും തോന്നിയില്ല. എന്നാൽ ശക്തിവേല് അവനോടൊരു ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അമരൻ മിണ്ടാത്ത കാരണം ഒരു തവണ സംശയിച്ചു എന്ന് കരുതിയിട്ട് അതിന് ക്ഷമ ചോദിക്കാൻ നിന്റെ കാലൊന്നും പിടിക്കാൻ പറ്റില്ല എന്നാണ് ശക്തിവേല് പറയുന്നത്. നിന്നെ അങ്ങനെ സംശയിച്ചതിൽ എനിക്ക് മാനസിക വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് മാപ്പ് പറയാനാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോലും വന്നത്. പക്ഷെ എന്നിട്ടും അമരന്റെ മനസ്സിൽ നിന്ന് ആ വിഷമങ്ങളൊന്നും പോയില്ല. സംഭവം അറിഞ്ഞ് മാണിക്യവും അമരനെ കാണാനെത്തുന്നു. അവന് ശക്തിവേലിനോട് തോന്നിയ ഈ പരിഭവം അവർ മുതലെടുക്കുകയാണ്. അമരനെ ഇവർ തങ്ങളുടെ കൂടെ ചേർത്തിട്ട് ശക്തിവേലിനെ കൊന്ന് ആ സ്ഥാനത്തേക്ക് അമരനെ കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നു. കാരണം ഇത്രയും കാലം ശക്തിവേലിന്റെ ചേട്ടനായിരുന്നിട്ടും ശക്തിവേല് അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനമോ ഒരു പവറോ ഒന്നും തന്നെ മാണിക്യത്തിന് കൊടുത്തില്ല എന്നുള്ളൊരു പരാതി അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അമരനെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്
ഒരു കള്ളം കൂടി ഇവര് പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ മരിച്ചത് ഒരബദ്ധമായിരുന്നില്ല, മനഃപൂർവ്വം ശക്തിവേൽ അയാളെ കൊല്ലുകയായിരുന്നു. അന്നാ പോലീസുകാര് മിഷനുമായിട്ട് അവിടെ വന്ന സമയത്ത് പുറത്തു നിൽക്കുന്നത് പത്രം ഇടുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശക്തിവേൽ ഷൂട്ട് ചെയ്തത്, പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അത് ചെയ്തത് മാണിക്യമായിരുന്നു. ഇവരതെല്ലാം തന്നെ ശക്തിവേലിന്റെ മേൽ കൊണ്ടിടുന്നു. അതോടുകൂടി അമരന് ശക്തിവേലിനോടുള്ള ദേഷ്യം കൂടി. ഒടുവിൽ ഇവരെല്ലാവരും ചേർന്നിട്ട് ശക്തിവേലിനെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും നേപ്പാളിലേക്ക് എന്തോ ബിസിനസ് ആവശ്യമായിട്ട് പോകണമായിരുന്നു. ആ യാത്രയിൽ ഇവരെല്ലാം ചേർന്നിട്ട് ശക്തിവേലിനെ ആക്രമിക്കുകയാണ്. അയാൾക്കത് വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അമരനും ഇവരുടെ കൂടെ ചേർന്നിട്ട് തന്നെ ആക്രമിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അയാളുടെ ശരീരത്തിലേക്ക് 2 തവണ ഇവർ വെടിയുതിർക്കുന്നു. എന്നിട്ട് ഒരു വലിയ മലയിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. താഴെയുള്ളൊരു മഞ്ഞുകൂനയിലേക്കാണ് ഇയാൾ പോയി വീഴുന്നത്. അയാൾ മരിച്ചുവെന്ന് വിശ്വസിച്ച് ഇവരെല്ലാവരും അവിടെ നിന്നും തിരിച്ചുപോയി. അയാളുടെ മരണശേഷം അയാളുടെ സ്ഥാനം അമരൻ ഏറ്റെടുക്കുകയാണ്. അയാൾ നേരെ പോകുന്നത് ഇന്ദ്രാണിയുടെ അടുത്താണ്. ശക്തിവേലൊക്കെ ഇല്ലാതെയായി. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിന്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ എന്റെ കൂടെ വരാം. ഒട്ടും മനസ്സില്ലാ മനസ്സോടെ ഇന്ദ്രാണിക്ക് അമരന്റെ കൂടെ പോകേണ്ടി വരുന്നു. ശക്തിവേലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ആൾക്കാരെല്ലാം തന്നെ ബഹളമുണ്ടാക്കിയായിരുന്നു. ഒടുവിൽ അമരൻ തുറന്നു പറയുന്നുണ്ട് താൻ തന്നെയാണ് ശക്തിവേലിനെ കൊന്നതെന്ന്. ഇനി മുതൽ ആ സ്ഥാനം താനായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അവനെ പേടിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഇവരൊന്നും വിചാരിച്ച പോലെ ശക്തിവേൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവൻ ബാക്കിയുണ്ടായിരുന്ന അയാൾ എങ്ങനെയൊക്കെയോ നടന്ന് അടുത്തുള്ളൊരു മൊണസ്ട്രിയിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാർ അയാളെ ശുശ്രൂഷിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് ചില ആയോധന വിദ്യകളൊക്കെ അയാൾ പഠിക്കുകയും ചെയ്യുന്നു. 2 വർഷത്തോളം കടന്നുപോയി. 2 വർഷത്തിന് ശേഷം പല വിദ്യകളും പഠിച്ച് തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് അയാൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. തന്നെ ഉപദ്രവിച്ച എല്ലാവരോടും പകരം ചെയ്യാനായിരുന്നു അയാളുടെ തീരുമാനം. അതിനിടയ്ക്ക് നമ്മളെ വീണ്ടും ജയ് എന്ന പോലീസുകാരനെ കാണിക്കുന്നുണ്ട്. അയാളുടെ അച്ഛൻ രായപ്പയാകട്ടെ എപ്പോ വേണമെങ്കിലും മരിക്കാമെന്നൊരു കണ്ടീഷനിലാണ്. ജയ്യുടെ ഭാര്യയായിരുന്നു ഡോക്ടർ അന്ന. ജയ്യും അന്നയും തമ്മിൽ ഡിവോഴ്സ് ആയെങ്കിലും അന്ന ഇടയ്ക്കിടയ്ക്ക് ജയ്യുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരികയും അയാളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. ശക്തിവേൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള കലുവ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരു പെൺകുട്ടി ഓടിപ്പോയി പറയുന്നു. അന്ന് ശക്തിവേലിനെ ആക്രമിക്കുന്ന സമയത്ത് അമറിന്റെ കൂടെ ഈ കലുവയുണ്ടായിരുന്നു. ശക്തിവേൽ മരിച്ചിട്ടില്ല എന്നുള്ള വിവരം അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ അടുത്തേക്ക് കാട്ടുതീ പോലെ പടർന്നു. ചിലരൊക്കെ പേടിച്ച് ഒളിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ശക്തിവേല് ആദ്യം കൊല്ലുന്നത് അൻപരാജനെയാണ്. കൂടെ ഉണ്ടായിരുന്ന കലുവയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കലുവ എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് അയാളുടെ കാലിൽ വീഴുന്നു. ബാക്കിയുള്ളവരെയൊക്കെ താൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞു. പിന്നീട് ശക്തിവേലിന്റെ സ്പൈ ആയി മാറുകയായിരുന്നു കലുവ. ഇവിടെ മാണിക്യമാകട്ടെ അമറിനോട് പറയുന്നുണ്ട് ഒന്നുകിൽ ശക്തിവേല് അല്ലെങ്കിൽ ഞാൻ, ഇതിലൊരാളെ ജീവനോടെ ഉണ്ടാകൂ. അവൻ എന്തായാലും എന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അവനെ കൊന്നെങ്കിലേ പറ്റൂ. എന്നാൽ ഇനി ഒരു തവണ കൂടി ശക്തിവേലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തനിക്ക് സാധിക്കുമോ എന്ന് അറിയില്ല എന്നാണ് അമരൻ പറയുന്നത്. ഒടുവിൽ പത്രോസ് ശക്തിവേലിനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ പത്രോസിനെ ശക്തിവേല് കൊല്ലുന്നു. തന്റെ ആൾക്കാരുടെ അടുത്തു നിന്നും ജീവ എവിടെയെന്ന് അറിയാൻ ശക്തിവേല് ശ്രമിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് അന്ന് ശക്തിവേലിന്റെ മരണം കേട്ട് ജീവ ആകെ തകർന്നു പോയിന്ന്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. അവിടെ ഒരുപാട് നേരം നിന്നിട്ടും അവരെ ആരും മൈൻഡ് ചെയ്തില്ല. മാണിക്യത്തിനോട് വഴക്കിടാൻ പോയി. ഒടുവിൽ മാണിക്യം അവരുടെ മുഖത്തടിച്ചു. അങ്ങനെ അവർക്ക് ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ശക്തിവേലിന്റെ മരണവും ആ ഇഞ്ചുറി എല്ലാം തന്നെ അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെടാൻ കാരണമായി. ഇപ്പോൾ അവര് മകൾ മാങ്കയുടെയും അവളുടെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടെയാണ് ഉണ്ടായിരുന്നത്. ശക്തിവേല് നേരെ അവിടേക്ക് പോകുന്നു. അയാളെ കണ്ടിട്ട് മകൾ അയാളുടെ കാൽക്കൽ വീഴുന്നുണ്ട്. ജീവയെ കാണാൻ ചെല്ലുമ്പോൾ ജീവയാകട്ടെ ശക്തിവേലിനെ തിരിച്ചറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. നേരത്തേക്ക് ആദ്യം കാണുമ്പോഴേ ഡേ ശക്തിവേലിനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ ആരാണെന്ന് പോലും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ശക്തിവേലിന്റെ മകൾ മാങ്കയാകട്ടെ തന്റെ മകൻ ഇട്ടിരുന്ന പേരും ശക്തിവേലിന് തന്നെയായിരുന്നു. ഇവിടെ അമരനും കൂട്ടരും ശക്തിവേലിനെ കൊല്ലുന്ന കാര്യം സംസാരിക്കുന്നത് ഇന്ദ്രാണി കേൾക്കുന്നുണ്ട്. ശക്തിവേൽ തിരിച്ചു വന്നതിൽ ഇന്ദ്രാണിക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലം ശക്തിവേലിന്റെ മാത്രമായിരുന്ന ഇന്ദ്രാണി നിർബന്ധപൂർവ്വമാണെങ്കിലും അമറിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചു. അതുകൊണ്ട് അവൾക്ക് ശക്തിവേലിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും വയ്യ. അവൾ ഇന്നും മനസ്സുകൊണ്ട് അമരനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അമരനാകട്ടെ ഭ്രാന്തമായി അവളെ സ്നേഹിക്കുകയാണ്. ഇത്രയും കാലമായിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്ന് അമരൻ ഇന്ദ്രാണിയോട് ചോദിക്കുന്നു. ഇനി നിനക്ക് അയാളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷെ ഇന്ദ്രാണി പറയുന്നുണ്ട് ഒരു മൃഗത്തിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ട് വീണ്ടും ഞാൻ ഇനി എങ്ങനെ അയാളുടെ അടുത്തേക്ക് പോകും? അതിനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നില്ല. ഇന്ദ്രാണി എവിടെയെന്ന് ഇന്ദ്രാണിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ അടുത്തു നിന്നും ശക്തിവേൽ അറിയുന്നു. അവിടെ നിന്നും അയാൾ തിരിച്ചറങ്ങിയതും അയാളെ കുറിച്ച് പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുന്നു. അത് ജെയും സംഘമായിരുന്നു. ജയ് ശക്തിവേലിന്റെ കൂടെ ഒരു ഡീലിന് തയ്യാറാണ്. ശക്തിവേലിന്റെ ഗ്യാങ്ങിലെ എല്ലാവരെയും ജയ്ക്ക് ആവശ്യമുണ്ട്. അമരനെയും മാണിക്യത്തിനെയും എല്ലാവരെയും അയാൾക്ക് പിടിക്കണം. കൂടാതെ ഇവരുടെ ഈ ഗ്യാങ്സ്റ്റർ പരിപാടിയിൽ കൈയുള്ള പൊളിറ്റീഷ്യൻസിനെയും മേലധികാരികളെ എല്ലാവരെയും വേണം. അതിനു വേണ്ടിയിട്ട് ശക്തിവേൽ ഇയാളെ സഹായിക്കണം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ശക്തിവേൽ തനിക്ക് 48 മണിക്കൂറാണ് വേണ്ടതെന്നാണ് അയാൾ പറയുന്നത്. 48 മണിക്കൂർ നിങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ അതിന് പകരമായിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുമോ എന്ന് ജയ് ചോദിക്കുന്നു. അതേന്ന് അയാൾ പറയുന്നു. ശരിക്കും ശക്തിവേലിന്റെ മനസ്സിലും ഇവരെയെല്ലാം കൊല്ലാനുള്ള പ്ലാനാണെന്നുള്ള കാര്യം ജയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താനായിട്ട് പ്രത്യേകിച്ച് ആരെയും കൊല്ലുകയോ പിടിക്കുകയോ വേണ്ട, ഇയാളെ തന്നെ എല്ലാവരെയും കൊന്നുകൊള്ളും. അതിനിടയ്ക്ക് ശക്തിവേലിന്റെ പണ്ടത്തെ എതിരാളി സദാനന്ദൻ മരിച്ചു പോകുന്നു. അയാൾക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ടായിരുന്നല്ലോ. അതിനിടയ്ക്ക് അയാളുടെ സഹോദരി തന്റെ മകൻ ദീപകിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത്രയും കാലം നിന്റെ പക വീട്ടാൻ നിനക്ക് എതിരാളിയായി നിന്ന
നിന്നിരുന്നത് സദാനന്ദനായിരുന്നല്ലോ. അയാൾ ഇപ്പോൾ മരിച്ചു. നിന്റെ അനിയനെ കൊന്നതിനുള്ള പകരം വീട്ടാൻ ഇനി സമയമായിരിക്കുന്നു. അങ്ങനെ ആ ദീപക് ശക്തിവേലിനെ അമരനെ തേടി നാട്ടിലേക്ക് എത്തുകയാണ്. അതേ ടൈമിൽ ശക്തിവേല് അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് മാണിക്യത്തിനെയാണ്. മാണിക്യം ശക്തിവേലിനോട് കെഞ്ചിയെങ്കിലും അതൊന്നും കേൾക്കാതെ ശക്തിവേല് മാണിക്യത്തിനെ കൊല്ലുന്നു. ഇതിനിടയ്ക്ക് ശക്തിവേലിന് സ്പൈ പരിപാടി ചെയ്യുന്നത് കലുവയാണെന്ന് അമരൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ശക്തിവേൽ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അമരൻ അയാളിൽ നിന്നും അറിയുന്നു. അതിനുശേഷം അയാളെയും കൊല്ലുന്നു. ഒരു സൈഡില് അമരനെ കൊല്ലാൻ കാത്തിരിക്കുന്ന ശക്തിവേൽ, മറ്റൊരു സൈഡില് അമരനെയും ശക്തിവേലിനെയും കൊല്ലാൻ കാത്തിരിക്കുന്ന രൺവിജയുടെ ചേട്ടൻ ദീപക് അമരൻ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അപകടം പല വഴിക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ അമരനാകട്ടെ ഇന്ദ്രാണിയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവളോട് ആവശ്യപ്പെടുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് നാടുവിടണം. എന്നാൽ പാസ്പോർട്ട് എടുക്കുന്നിടയിൽ അവൾക്കാകട്ടൊരു കോള് വരുന്നു. അത് ശക്തിവേലായിരുന്നു. അവളുടെ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ അയാൾ ഇരിപ്പുണ്ട്. നീ എന്റെ കൂടെ വരണമെന്ന് അയാൾ അവളോട് പറയുന്നു. അയാളുടെ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇന്ദ്രാണി. അമരനാകട്ടെ അവളെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ പറയുന്നുണ്ട്, ഞാനിവിടെ നിന്നും വരുന്നില്ല, നീ പോയിക്കൊള്ളാൻ. കളയാൻ സമയമില്ലാത്ത കാരണം അമരൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്നാൽ അപ്പോഴാണ് ഇന്ദ്രാണി മനസ്സിലാക്കുന്നത് അവൻ എടുത്തുകൊണ്ടുപോയത് തെറ്റായ പാസ്പോർട്ടാണ്. അവൾ കുറെ തവണ അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ശക്തിവേലും തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആ സമയം അമരനെ കൊല്ലാൻ വന്ന ദീപക്കും കൂട്ടരും ആ ബിൽഡിങ്ങിന് ബോംബിടുന്നു. ഒരു നിമിഷം കൊണ്ട് ആ ബിൽഡിംഗ് ചാരമായി മാറി. രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അമരനാകട്ടെ ഇത് കണ്ട് തകർന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്. ശക്തിവേലും ആകെ തകർന്നു പോയി. അയാളോട് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകുന്നുണ്ട് ഇന്ദ്രാണിയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അപ്പോഴേക്കും ഇന്ദ്രാണി മരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കും അപകടം പറ്റുന്നു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഉടർന്ന് അയാളുടെ ശരീരത്തിലേക്ക് വീഴുന്നു. ഇന്ദ്രാണിയെ നഷ്ടപ്പെട്ടത് കണ്ട് തകർന്നു നിന്ന അമരനെ ദീപക്കും കൂട്ടരും വന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴേക്കും ജയും കൂട്ടരും അവിടേക്ക് വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട് കിടന്ന ശക്തിവേലിനെ ജയും കൂട്ടരും രക്ഷിക്കുന്നു. ജയ് ശക്തിവേലിനെ നേരെ കൊണ്ടുപോകുന്നത് അന്നയുടെ അടുത്തേക്കായിരുന്നു. അന്ന അയാളുടെ മുറിവൊക്കെ വെച്ച് കിട്ടുന്നതിനിടയിൽ അവിടെ രായപ്പയുടെ ഫോട്ടോ അയാൾ കാണുന്നുണ്ട്. അയാളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന അപ്പോൾ തന്നെ പറ്റിയും പറയുന്നു. പണ്ട് രായപ്പ കുറച്ച് ഗാങ്സ്റ്റേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കെട്ടിടത്തിലേക്ക് വന്നു. അവിടെ പത്രം ഇടുന്ന ജോലിയായിരുന്നു എന്റെ അച്ഛന്. ഞാനും അച്ഛനും ചേട്ടനും ചേർന്നിട്ടായിരുന്നു അന്ന് അവിടെ പത്രം ഇടാൻ പോയത്. അവിടെ ഉണ്ടായ വെടിവെപ്പിൽ എന്റെ അച്ഛൻ മരിച്ചു. എന്റെ ചേട്ടനെ കാണാതാവുകയും ചെയ്തു. അന്ന് എന്നെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയത് ഈ രായപ്പയാണ്. എന്നെ അവിടെ ഒരു കോൺവെന്റിൽ ചേർത്ത് പഠിപ്പിച്ചു. മെഡിസിൻ പഠിക്കാനുള്ള ഫീസൊക്കെ തന്നു. അതിനുശേഷം അയാളുടെ മകനായ ജയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ശക്തിവേൽ. അയാൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന അമരന്റെ സഹോദരി ചന്ദ്രയാണ് അയാളുടെ മുന്നിലിരിക്കുന്നത്. അയാൾ അവളെ ചന്ദ്ര എന്ന് വിളിക്കുകയും നിന്റെ സഹോദരന്റെ പേര് അമരൻ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. അമരൻ തന്റെ കൂടെയാണ് ഉണ്ടായിരുന്നതെന്ന് ശക്തിവേൽ പറയുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ പറ്റിയും അവളോട് സംസാരിക്കുന്നു. അതേസമയം ഇവിടെ ദീപക്കാകട്ടെ അമരനെ കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നതിന് മുമ്പ് അമരൻ അവരെ എല്ലാവരെയും അടിച്ചൊതുക്കുന്നു. ദീപക്കും ഒരുപാട് പരുക്ക് പറ്റി കിടക്കുകയാണ്. അതേസമയം ദീപകിന്റെ മറ്റൊരു സംഘം ആൾക്കാര് ശക്തിവേലിനെ തേടിയും വന്നിട്ടുണ്ട്. അവിടെ വെച്ച് അയാളുമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. അയാൾ അന്നയെ ഒരിടത്തേക്ക് സേഫ് ആക്കി നിർത്തിയിട്ട് അവരുമായിട്ട് പോരാടുകയാണ്. ഒടുവിൽ അവരെ എല്ലാവരെയും അയാൾ അടിച്ചൊതുക്കി. പക്ഷെ അയാൾക്ക് ഒരുപാട് പരുക്കുകൾ പറ്റി. നിന്നെ അവരുടെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അയാൾ പറയുന്നു. അതിനു മുമ്പ് അവനോട് സത്യങ്ങളെല്ലാം പറയണം. അയാൾ അമരനെ കോള് ചെയ്യുന്നുണ്ട്. നിനക്കെന്നെ കാണണമെങ്കിലും ചിലതൊക്കെ അറിയണമെങ്കിലും അന്ന് നിന്റെ അച്ഛൻ മരിച്ച അതേ കെട്ടിടത്തിലേക്ക് വരാൻ പറയുന്നു. താൻ വരാമെന്ന് അമരനും പറയുന്നു. അമരൻ ഈ ശക്തിവേലിനോട് ഫോണിൽ സംസാരിക്കുന്നതും ആ കെട്ടിടത്തിലേക്ക് പോകാമെന്ന് പറയുന്നതും ഒക്കെ അവിടെ അടികൊണ്ട് കിടക്കുന്ന ദീപക് കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ കെട്ടിടത്തിലേക്ക് അമരൻ എത്തിയപ്പോൾ അവിടെ ശക്തിവേൽ ഇരിപ്പുണ്ട്. ശക്തിവേലിനെ കൊല്ലാനുള്ള ദേഷ്യവുമായിട്ടാണ് അമരൻ അവിടെ എത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ അച്ഛനെ കൊന്നതെന്നൊക്കെ അമരൻ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശക്തിവേലിന് മനസ്സിലായി ഇവന് തെറ്റിദ്ധാരണയാണുള്ളതെന്ന്. നിന്നോടാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ശക്തിവേൽ ചോദിക്കുമ്പോൾ അമരൻ പറയുന്നുണ്ട് മാണിക്യമാണ് പറഞ്ഞതെന്ന്. എന്നാൽ ഒരിക്കലും ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല എന്ന് ശക്തിവേൽ പറയുന്നു. അത് ചെയ്തത് മാണിക്യമായിരുന്നു. ആ സത്യം അറിഞ്ഞതോടെ അമരനും ആകെ തകർന്നുപോയി. താൻ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇയാളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടത്. മാത്രമല്ല ചെറുപ്പത്തില് നിനക്ക് ഞാൻ തന്നൊരു വാക്കും ഞാനിപ്പോൾ പാലിക്കാൻ പോവുകയാണ്. നിന്റെ സഹോദരിയെ ഞാൻ കണ്ടെത്തി. അയാളത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയാളെ തേടി ചന്ദ്രയും ജിയും എല്ലാം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്ര അമരനെ കണ്ടതും ചേട്ടാന്ന് വിളിക്കുന്നു. അമരനും തന്റെ സഹോദരിയാണ് അതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ആ നിമിഷം ഇവരുടെ സംസാരം എല്ലാം കേട്ട് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദീപക് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദീപക് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ബുള്ളറ്റ് അമരന്റെ ദേഹത്ത് കൊള്ളുന്നു. പെട്ടെന്ന് ശക്തിവേല് അവിടെ കിടന്ന് തോക്കെടുത്തിട്ട് ദീപകിനെ വെടിവെക്കുന്നു. പക്ഷേ ബുള്ളറ്റ് കൊണ്ട് അമരനാകട്ടെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര കൂടി അമരന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ സഹോദരനെ അവൾ കണ്ടുമുട്ടിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവളുടെ കൈകളിൽ കിടന്ന് അമരൻ മരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആകെ തകർന്നിരിക്കുകയായിരുന്നു ശക്തിവേൽ. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം ശക്തിവേൽ ഈ ഗാങ്സ്റ്റർ ജോലിയെല്ലാം വിട്ടിട്ട് ഒരു ഗ്രാമത്തില് കൃഷിപ്പണിയായിട്ട് ജീവിക്കുന്നതാണ്. അയാളുടെ മകളും കൊച്ചുമകനും ഭാര്യയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ജീവയ്ക്ക് ഇപ്പോഴും ശക്തിവേലിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ തന്റെ കൊച്ചുമകനെ ഇടയ്ക്കിടയ്ക്ക് ഡേ ശക്തിവേൽ നിന്ന് ജീവ വിളിക്കാറുണ്ടായിരുന്നു. തന്നെയല്ലെങ്കിലും ആ വിളി കേട്ട് സന്തോഷിക്കുകയായിരുന്നു ശക്തിവേൽ. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.